കണ്ണൂർ പിണറായി കായലോട് യുവതിയുടെ ആത്മഹത്യയിൽ കുടുംബത്തെ തള്ളി പോലീസ്. റസീനയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തി. ഒരു സംഘം ഭീഷണിപ്പെടുത്തിയെന്ന് കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിധിൻ രാജ് പറഞ്ഞു. എന്നാൽ റസീനയുടെ ആത്മഹത്യയ്ക്ക് കാരണം ആൺ സുഹൃത്ത് ആണെന്നായിരുന്നു മാതാവ് ഫാത്തിമയുടെ പ്രതികരണം. അതേസമയം മധ്യസ്ഥ ചർച്ച എന്ന നിലയിലാണ് SDPI ഓഫീസിൽ വേദിയൊരുക്കിയത് എന്ന് SDPI ജില്ലാ പ്രസിഡന്റ് ബഷീർ കണ്ണാടിപ്പറമ്പ് പറഞ്ഞു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. റസീനയുടെ ആൺസുഹൃത്തും കായലോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 യുവാക്കൾ ബൈക്കിലെത്തി. തുടർന്ന് ഇവരുമായി തർക്കത്തിലേർപ്പെട്ടു. റസീനയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതിനു ശേഷം ആ യുവാവിനെ മർദ്ദിക്കുകയും പിന്നീട് SDPIയുടെ ഓഫീസിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് വിചാരണ നടത്തുകയും ചെയ്തു. ഒപ്പം പോലീസിന് ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചു. ആത്മഹത്യാക്കുറിപ്പിൽ അന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളുണ്ട് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സാഹചര്യ തെളിവുകളും മൊബൈൽ ഫോണിലെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സൂയിസൈഡൽ നോട്ടിൽ വളരെ കൃത്യമായിട്ട് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് തന്നെ ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീ പറഞ്ഞിട്ടുണ്ട്. അവരും ഒരാളുമായിട്ടുണ്ടായിരുന്ന ഒരു സൗഹൃദവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന സംസാരത്തിന്റെ ഇടയിൽ കുറെ പേര് വരികയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്ന രീതിയിലേക്കുള്ള ഒരു ഭീഷണിപ്പെടുത്തലും അവരുടെ കൈവശമുണ്ടായിരുന്ന ഈ സുഹൃത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഫോണൊക്കെ തട്ടിപ്പറിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂയിസൈഡ് നോട്ടിൽ വളരെ വിശദമായി പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ പോലീസിന്റെ വാദം പൂർണ്ണമായും റസീനയുടെ മാതാവ് തള്ളുകയാണ്. അറസ്റ്റിലായ പ്രതികൾ നിരപരാധികളാണ്. യഥാർത്ഥ പ്രതി റസീനയുടെ ആൺ സുഹൃത്താണ് എന്നും മാതാവ് ആരോപിക്കുന്നു. പിന്നെ ചെറുച്ചക്കനുമായിട്ടുള്ള ഇതിപ്പോ 3 വർഷമായി പോലെ ഇപ്പൊ നമ്മൾ സ്വർണ്ണമില്ല, കുറെ പൈസ കുറേ കടം വന്നിട്ടുണ്ട് നമുക്ക്. ചെക്കനുമായിട്ട് കൂട്ടിയിട്ട് അതിന്റെ തിരെ നമ്മളൊന്നും കണ്ടുകൂടാ കുറച്ച് നാളായി. ഇപ്പൊ നമ്മളതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ ഇവനുള്ളത്. ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുള്ള മക്കളുണ്ടല്ലോ, ഒന്നിനും പോകാത്ത പിള്ളേരാ. അപ്പൊ നമുക്ക് നീതി കിട്ടണം. ഇതിൽ ഒരു പാർട്ടി എന്ന നിലയിലല്ല ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നതാണ് SDPIയുടെ വിശദീകരണം. പെൺകുട്ടിയുടെ ബന്ധുക്കൾ SDPI പ്രവർത്തകരാണ്. അവരാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും മധ്യസ്ഥ ചർച്ചയ്ക്ക് വേദി ഒരുക്കുകയായിരുന്നു SDPI ഓഫീസെന്നും നേതാക്കൾ വിശദീകരിച്ചു. കസിൻ ബ്രദറെ കാണുന്നു, തന്റെ സിസ്റ്റർ അവിടെ നിന്ന് വേറൊരുത്തനായി സംസാരിക്കുന്നു. ഉപ്പാനെ അറിയിക്കുകയാണ്, ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട്. അവർ ഒന്ന് കൂട്ടിയിട്ട് പോയി. ഇവനതിൽ അവരെ ചോദ്യം ചെയ്യലോ ഫർദർ സംസാരങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കുടുംബവും പോലീസും 2 തട്ടിലായ സ്ഥിതിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ ആരോപണം കൂടി പരിശോധിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വിശദമായ അന്വേഷണം നടത്തും. കൂടുതൽ പ്രതികൾ ഉണ്ടെങ്കിൽ അവരെ കൂടി അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.